വിക്ടിയുടെ ക്യാമറ വരെ എടുത്തോണ്ട് പോയി എന്നാ കേൾക്കുന്നത്. സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. ശുഭവാർത്തയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശുഭവാർത്തയാണെന്ന്. എന്താ വാർത്ത? ഒരു ചാനൽ സ്കാമായിട്ട് മാറാൻ പോകുന്ന ഒരു സംഭവമാണ്. അതിനി എത്ര ദിവസം എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇത് നടക്കുമെന്നുള്ള 3 തരമാ. കാരണം ബിഗ് ടിവിയുടെ ലോഞ്ചിങ്ങിൽ കാട്ടിക്കൂട്ടിയ കോപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കും, അതുറപ്പാ. കുന്നത്തുനാട് മത്സരിക്കുന്ന ബാബു ദിവാകരൻ മുൻ മന്ത്രിയാണ് എന്നാണ് നമ്മുടെ ചീഫ് എഡിറ്റർ ഈ ഒരു അവലോകനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്തിനാ ജനിച്ചെന്ന് ഇതിനൊക്കെ തന്നെ സുജയ പാർവതി ചീഫ് എഡിറ്റർ ആയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചീഫ് എഡിറ്റർ എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ കഴുത ഭാഷ പറയാതിന്റെ കുര്യാക്കോസെ. ബിഗ് ബോസ് നിലവാരത്തിലാണ് ഇതിലെ പരിപാടികളുള്ളത്. ഇനിയാണ് താൻ തന്റെ കഴിവ് കാണിക്കേണ്ടത്. അത് ഞാൻ കാണിക്കും. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. RSPയുടെ മുൻ നേതാവായിട്ടുള്ള ബാബു ദിവാകരനെയാണ് മനസ്സിൽ വന്നത് സുജയ്ക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോംവർക്കും നടത്തിയിട്ടില്ല. ഇപ്പം മനസ്സിലായോ? ഒക്കെ മനസ്സിലായി. പക്ഷെ എനിക്കൊരു സംശയം. സുജയ പാർവതി വളരെ ഫേക്കാണ്. എനിക്ക് ആകെ അവരോട് ഞാൻ വല്ലാതെ അതിനിശ്ചിതമായി ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അറിയാലോ, വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ താൻ അവതരിപ്പിക്കുകയും വേണം. അതിനെങ്ങനെയൊക്കെ പ്ലേ ചെയ്യണോ അങ്ങനെയൊക്കെ പ്ലേ ചെയ്യണം. ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയത്ത് പാതിരാത്രിയിൽ പിന്നെ 2 മണിക്ക് അരുണിന്റെ കൂടെ കറാച്ചിയിൽ പിന്നെ ഹാർബറിൽ പോയിട്ട് ബോംബിട്ടവരാ. പറഞ്ഞ് വട്ടാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമം വരെ നടന്നു. ഫുട്ബോൾ മത്സരത്തിന്റെ കമന്ററി പറയുന്ന പോലെ, അല്ലെങ്കിൽ വള്ളംകളിയുടെ കമന്ററി പറയുന്ന പോലെ അങ്ങനെയാണ് പറയുന്നത്. 48 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതാ JCB മാന്തിക്കൊണ്ടിരിക്കുകയാണ് അർജന്റ്. ഒരു മനുഷ്യൻ മണ്ണിനടി കിടക്കുമ്പോഴാണ്. മണി 4 5:20 ബാംഗ്ലൂർ ഫ്ലൈറ്റ്. ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വിവരങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. വേഗം പുറപ്പെടും. ഭൂമിക്കടിയിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് കൊണ്ട് ഒരാഴ്ച മണ്ണിനടി കിടക്കുന്നവര് ബോംബ് ജീവനോടെ ഉണ്ടോ എന്ന് ഈ മാതിരി പൊട്ടത്തരം വിളിച്ചു പറയുക. എന്താ ഈ ശുഭവാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ചിരി വരുന്നില്ലേ? കോമൺ സെൻസും ഇല്ലാത്ത ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആയിട്ടാണ് എനിക്ക് സുജയെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. പെണ്ണും BEd പാസ്സായിട്ട് ഇപ്പോ 10-15 വർഷമല്ലേ ആയിട്ടുള്ളൂ. സുജയുടെ ഇന്റർവ്യൂ കാണാനിടെ ഇപ്പോൾ അമ്മയെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള വന്നപ്പോൾ ഒരു സെന്റിമെന്റ്സ് നമുക്ക് തോന്നി. എന്താ അങ്ങനെ? അതെങ്ങനെ എനിക്കറിയാം. 10 ലക്ഷം രൂപ ശമ്പളമാണ് പിന്നെ സുജയ പാർവതിക്കുള്ളതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓൺലൈൻകാരെ കൊണ്ട് മുഴുവൻ വാർത്ത ഏൽപ്പിച്ചല്ലോ. ഏഷണിക്കാരാ കാര്യങ്ങളൊക്കെ വിശദമായി അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത്രയൊന്നും ഇല്ല എന്ന് പറയേണ്ട എത്രയാ കിട്ടുന്നെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. CP തീർച്ചയായിട്ടും 28 വയസ്സിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായ നികേഷ് കുമാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ആലോചിച്ച് നോക്കണം. അതുവാ ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ് സുജയ പാർവതിക്ക്. ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ, ഡിബേറ്റ് അല്ല അത്. എനിക്കിത്തിരി കൂടുതലാണെന്നുള്ള കാര്യം അതിലവർക്ക് സന്തോഷമേ ഉള്ളൂ. വിജയകുമാറിനൊക്കെ എന്ത് പ്രശ്നം പറ്റിയിട്ടാണ് ഈ 24 ന്യൂസിൽ നിന്ന് പോയെന്നാണ് പോകുന്നതിന്റെ അല്ല കുഴപ്പം. താൻ എന്താ ഓഫീസിൽ പോഞ്ഞേ? അതെ, ഞാനിപ്പോ ഒരു അത്യാവശ്യമായിട്ട് താനൊന്ന് ഇങ്ങോട്ട് വാ. അനിൽ അയ്യൂരിനെ വിശ്വസിച്ചു പോയി. അനിൽ അയ്യൂര് അതിനു മുമ്പ് കൈവച്ചതൊക്കെ നന്നായിട്ടുണ്ട്. ഇപ്പം കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ല എന്നുള്ള അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇതെന്താ ഇങ്ങനെ? അതാണ് ഏറ്റവും വലിയ സ്കാം ആയിട്ട് വാർത്തകൾ വരാനായിട്ട് ഇനി എത്ര ദിവസമുണ്ട് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതിനപ്പുറത്തേക്ക് അതിന് ഇതില്ല. ഇനിയിപ്പോ ഒരു ചടങ്ങിന് കുര്യാക്കോസ് അവിടെ പിന്നെ പോകുക, അത്രേ വേണ്ടൂ. ആന വാവിളിക്കുന്നത് കണ്ടിട്ട് അണ്ണ വാവിളിച്ച അവസ്ഥയിലെത്തി. അതാസ്ഥിതി. ഇതെന്ന് വെച്ചാൽ ഈ അല്പം അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുന്ന പറഞ്ഞ മാതിരി അതാസ്ഥിതി. ആ കയ്യൊന്ന് പൊക്കി. നമ്മുടെ ഷാനി പ്രഭാകർ ഷാനി പ്രഭാകർ എന്നൊക്കെ പറഞ്ഞ എന്ത് റേഞ്ചിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ പറയട്ടെ, തനിക്കറിയാലോ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യാറുള്ളൂ. ഈ മൂക്കാതെ പഴുക്കുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ മൂക്കാതെ പഴുത്തതിന്റെ കുഴപ്പമാണ് സുജയ പാർവതിക്കുള്ളത് എന്നുള്ളതാണ്. എല്ലാം ശരിയായിട്ടുണ്ട്. ജനൻ TV, ജയ്ഹിന്ദ് TV, കൈരളി TV ഈ 3 മത്സരിക്കാം. അതിനപ്പുറത്ത് മീഡിയ വണ്ണിനോട് പോലും മത്സരിക്കാനുള്ള കെൽപ്പില്ല എന്തൊക്കെ പറഞ്ഞാലും. വേഗം